നമ്മൾ ഒരു 2021-22 നോക്കിയാൽ ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് യു കെയിലേക്ക് സ്റ്റഡീസിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. യെസ്. പിന്നെ ഇപ്പോൾ നമ്മളൊരു കഴിഞ്ഞൊരു 2 വർഷത്തിനുള്ളിൽ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എവ്രിബഡി ഫ്രം യു കെ സെയിങ് ഇനി ഇങ്ങോട്ട് വരണ്ട, ഇവിടെ ജോബ്സ് ഇല്ല, ഇവിടെ പാർട്ട് ടൈം ജോബ്സ് ഇല്ല. ആൻഡ് ഓൾസോ ദി ഇമിഗ്രേഷൻ ഇസ് ബിക്കമിങ് സ്ട്രിക്റ്റ്. കുറേയൊക്കെ ബെനിഫിറ്റ്സ് പോസ്റ്റ് സ്റ്റഡിയുടെയും സ്പൗസ് വീസ അങ്ങനത്തെ ബെനിഫിറ്റ്സിലൊക്കെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. യെസ്. അപ്പോൾ ഇപ്പോൾ യു കെ എന്നുള്ള ട്രെൻഡ് മാറി ഇപ്പോൾ മെജോറിറ്റി സ്റ്റുഡൻസ് ജർമ്മനി ആണ് സീക്ക് ചെയ്യുന്നത്. ആ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്താൽ ഈ യു കെൻ്റെ സെയിം ഇഷ്യൂ ജർമ്മനിയിലേക്ക് വരും. അതായത് ഇമിഗ്രേഷൻ സ്ട്രിക്റ്റ് ആവുക, ബ്ലോക്ക്ഡ് അക്കൗണ്ടിന് കൂട്ടുക, അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ലോങ് ടേം പ്ലാനിങ് ചെയ്യുന്ന സ്റ്റുഡൻസിന് ജോബ് കിട്ടാനായിട്ടുള്ള ഡിഫിക്കൽട്ടി വരിക, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ടോ? ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ലാർജർ പിക്ചർ നമ്മളിപ്പം യു കെൻ്റെ സിനാരിയോ വെച്ചിട്ട് നമ്മൾ യു കെൻ്റെ ഓർ കാനഡേൻ്റെ ബാക്കിയുള്ള കൺട്രീസിൻ്റെയൊക്കെ സിനാരിയോ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്തേക്ക് ഇറ്റ് ക്യാൻ ഹാപ്പൻ. പക്ഷേ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള വ്യൂ നോക്കി കാണുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ പേഴ്സണലി തോന്നുന്നില്ല. അതായത് അടുത്ത യു കെ ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വൈ? ബിക്കോസ് ഇവിടെ ഫസ്റ്റ് തിങ് ലാംഗ്വേജ് തന്നെയാണ്. ലാംഗ്വേജ് ഒരു വലിയ ബാരിയർ തന്നെയാണല്ലോ. ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത ഇനി ആൾക്ക് എന്തുണ്ടായിട്ടും അവിടെ ചാൻസസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ വളരെ സ്പെസിഫിക്കും വളരെ ചൂസിയുമാണ് അവരുടെ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്ന കേസിൽ. റൈറ്റ്, പബ്ലിക് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അവർക്ക് തന്നെ ഒരു സ്ക്രൂട്ടനൈസിങ് മെക്കാനിസം ഉണ്ട്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലേക്കാണ് ബൾക്കായിട്ടുള്ള സ്റ്റുഡൻസ് പോകുന്നത് ആക്ച്വലി. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ദ ജോബ് നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരാളല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ സേ ഇല്ല. ജർമ്മനിയുടെ ഒരു കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു 10 വർഷമൊക്കെ ആയിട്ട് അവരുടെ പോളിസീസിലൊന്നും വലിയ മാറ്റങ്ങൾ അവർ വന്നിട്ടില്ല. സ്റ്റേ ബാക്കിലാണെന്നുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ. വൈ? ബിക്കോസ് ദേ നോ ഹൗ ടു കൺട്രോൾ. ഇങ്ങനെ ഒരു സിനാരി വരുന്ന സമയത്തേക്ക് ദേ നോ ഹൗ ടു കൺട്രോൾ ഇറ്റ്. സോ ഓവറോൾ ഒരു സിനാരിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ റിയലി ഡോണ്ട് തിങ്ക് സോ ജർമ്മനിക്ക് ഇന്നുള്ള ആ ഒരു ഇത് കുറയും എന്നുള്ളതെന്ന് വെച്ചാൽ പബ്ലിക് യൂണിവേഴ്സിറ്റീസും അത്രയും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല സ്കില്ലും നല്ല ക്വാളിറ്റി ഉള്ള ആൾക്കാർക്ക് മാത്രമേ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ഇനി അഗെയിൻ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ വ്യൂ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ ആം തിങ്കിങ് ആക്ച്വലി ജർമ്മനി മോസ്റ്റ്ലി ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റീസിലേക്കുള്ള അഡ്മിഷന് മോസ്റ്റ് പ്രോബ്ലി ഒരു 1 or 2 ഇയേഴ്സിൻ്റെ ഉള്ളിൽ ദേ ആർ ഗോയിങ് ടു മേക്ക് ജർമ്മൻ ലാംഗ്വേജ് മാൻഡേറ്ററി. മേ ബി ഒരു B1 ലെവലെങ്കിലും മാൻഡേറ്ററി ആക്കിയേക്കാം. സോ അങ്ങനെ വരുന്ന സമയത്തേക്ക് തന്നെ ഡെഫിനറ്റായിട്ടും ഇവിടുന്ന് ലാംഗ്വേജ് ഒക്കെ പഠിക്കണമല്ലോ എന്നാലോചിച്ചിട്ട് ഇവിടുന്ന് പോകുന്നൊരു ക്രൗഡിൻ്റെ എണ്ണം ബൈ ഡിഫോൾട്ട് കുറയാനുള്ള ചാൻസസും ഉണ്ട്. ബോട്ടം ലൈൻ ഞാൻ പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും അവിടെ നല്ല സ്കില്ലും നല്ല ലാംഗ്വേജും ഇല്ലാത്ത ഒരാൾക്ക് പിടിച്ചു നിൽക്കൽ അത്ര എളുപ്പമല്ല. സോ ഐ ഡോണ്ട് സീ എ പോസിബിലിറ്റി ആസ് ഇറ്റ് ഈസ്. ക്വാളിറ്റി ചെക്ക്, പിന്നെ സ്റ്റുഡൻറ്റ് പ്രോപ്പർലി പ്ലാൻഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സോ അതുകൊണ്ടാണ് നമ്മളെപ്പോഴും കൂടുതലായിട്ടും സ്റ്റുഡൻസിൻ്റെ കേസിൽ അതായത് എങ്ങനെയെങ്കിലും ഇവിടുന്ന് അങ്ങോട്ട് കയറ്റി വിടുക എന്നുള്ളതിൽ നിന്നൊരു റോഡ് മാപ്പും ഒരു ലോങ് ടേം പ്ലാനിങ്ങും വേണം എന്നുള്ള കാര്യത്തിലേക്ക് അഡ്വക്കേറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ആക്ച്വലി. ആ ഒരു പെർസ്പെക്റ്റീവിൽ എല്ലാ ഈ സ്റ്റുഡൻറ്റ് ഇതിനെ കാണുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഡിഫിക്കൽട്ട് ഫോർ എനിവൺ ഹു ഈസ് തിങ്കിങ് ഓഫ് ജർമ്മനി.